ആ ബാഗ് എടുത്തോടുന്ന കളറ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ കല്യാണം ഉണ്ട്, കല്യാണത്തിന് പോണ തിരക്കാട്ടോ. അപ്പൊ ബേബികളൊക്കെ ഒരുക്കി നിർത്തി. അപ്പൊ ഞാനൊരു ചുരിദാർ എടുത്തുക്കണ കേട്ടോ, എല്ലാരും കണ്ടോളി. അപ്പൊ ഋതുവിന് കാക്കൂന്റെ പണിയാണ്, കാക്കൂന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് കല്യാണം. അപ്പൊ കല്യാണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം. ചെമ്മാടാണ് കേട്ടോ. അപ്പൊ നമ്മളെ മാനിക്കാക്കാന്റെ ഓട്ടർഷ കൊണ്ടുവരാന് കാക്കു പോയിട്ടുണ്ട്. ഷെയ്മോള് ഇതാക്കണ്, ബേബിയാള് ഇതാക്കണ്. എല്ലാരും നന്നാണ്. ബേബിയാളൊക്കെ മാറ്റി ഒരുക്കിക്കണം കേട്ടോ. എന്നാ ഷെയ്മോളെ വാളോടെ. അപ്പൊ ബേബിയാളെ കുപ്പായ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടോ? രണ്ടാക്കും അടിപൊളി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചീർപ്പോടി. പിന്നെ ഇതാക്കണ സുന്ദരി ഇതാക്കണ്. വാളിയും മാലൊക്കെ ഉണ്ടായിന്. ആ ബാഗിലുണ്ട് വാളിമാല. എടുത്താ ഏ ബാഗില്? എന്റെ ബാഗില്. അതിനല്ലേ ബാഗ് എടുത്തോണ്ടിരാൻ പറഞ്ഞ ഇതിലുണ്ട്, ചെറുതില് വലിച്ചല്ലോ. സുന്ദരിയാളെ തലയിലൊന്നും ഇട്ടിട്ട് കാര്യമല്ല മക്കളെ. ഞങ്ങള് പറയണ്ട അതൊക്കെ വലിച്ചു വരും. നാക്കോട് മുത്തുമാലയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മാല അതൊക്കെ വലിച്ചു പൊട്ടിച്ചപ്പോ പിന്നെന്താ വിശേഷങ്ങള്? വളാട്ടോ ഇതാക്കട് സൂപ്പറായിട്ട് സൂപ്പർ വളകള് വാങ്ങിയിട്ടുണ്ട്. ഇതാക്കട് ഇത് നമ്മള് ഒന്നിന് 45 റുപ്യ, 40 റുപ്യ ഒരു പവന്റെ 2 വളകളാട്ടോ. പിന്നെ നമ്മളെ ഇച്ചുവിനും ഇതാക്കട് ഒരു വള വാങ്ങിയിട്ടുണ്ട്. മിന്നുവിന്റെ കജുമലും പൊന്നൂന്റെ കജുമലും ഓരോ വളകൾ കേട്ടോ. ഇടാൻ അയക്കണില്ല മക്കളെ, അളകാണ് കടന്നു കാണ്ട്. അയറ്റക്ക് ഇതൊന്നും ഇട്ട് ചേലില്ലായിട്ടേ. നമുക്ക് അങ്ങനെ വല്ലാതെ കല്യാണത്തിനൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ സൂപ്പർ ആയിട്ടില്ലേ? ഷെയ്മോളെ വള കാണിച്ചു കൊടുത്താ. ഷെയ്മോളെ വള ഇതാക്കിട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ടോ? ഗ്യാരണ്ടി അല്ല കേട്ടോ, ഗ്യാരണ്ടി വാങ്ങിയില്ല. ഗ്യാരണ്ടി വാങ്ങിയാ പോലും ഇടൂലതാ. അത് അപ്പൊ കളറോകാൻ ഒരു സൈക്കിട്ടല്ലേ. പിന്നെ ഞാൻ കമ്മല് വാങ്ങിട്ടോ. കമ്മല് വാങ്ങി മൊത്തം ഒരു 3-4 പവൻ വാങ്ങിക്കണ്. നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലാന്ന് പരാതി വേണ്ട. അപ്പൊ ബേബിയാളെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പിന്നെ നമ്മളെ ഇച്ചൂസും ലീനു മോള് കാണിച്ചു കൊടുത്താ ഓല രണ്ടാളും കാണിച്ചു കൊടുത്താ. ഓല രണ്ടാളും സൂപ്പർ ആയിട്ടില്ലേ? പിന്നെ ഷെയ്മോള്. പിന്നെ നമ്മളെ ബേബിയാള് സൂപ്പർ ആയിട്ടില്ലേ? എന്റെ ചുരിദാർ എങ്ങനെയുണ്ട്? ചുരിദാർ സൂപ്പർ ആയിട്ടുണ്ടോ? അഭിപ്രായം പറയണ്ടിട്ടോ. അപ്പൊ ചുരിദാറ് എന്താ എടുക്കണം കരുതിയല്ല. പിന്നെ കാക്കൂന്റെ ഋതുവിന്റെ പണിയാണ് കേട്ടോ ചുരിദാർ ഇടണം. നിങ്ങൾ ആ കറുപ്പന്നെ എന്നും ഇടുക. അത് കാരണം കല്യാണത്തിന് വരണ്ടാറുങ്ങാണ്ടേ ഓല രണ്ടാളെ പരിപാടിയാണ് ചുരിദാർ വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ ഇതാക്കണേ. പിന്നെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ബേബിയാക്ക് 2 കൊടുത്തു, ബാക്കിയൊന്നും എടുത്തിട്ടില്ല. ബാക്കിയൊക്കെ ഓൽക്കില്ല ഡ്രസ്സുകളാട്ടോ. നമ്മളെ താത്ത എടുത്തന്ന പാൻറ്റും കുപ്പായൊക്കെയാണ് കേട്ടോ. ഓലതൊക്കെ ബേബിയാക്ക് 2 എനിക്ക് കൊടുത്തു. പിന്നെന്താ, ഞങ്ങൾ ഇനി കല്യാണത്തിന് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. ഇത് ചോർന്നണൊക്കെ എടുക്കോണ്ടിട്ടോ. ഓന് മടിയാകാരം മക്കളെ അവിടുന്ന്. പിന്നെന്താ കൊണ്ട് ബാഗ് കൊടുത്തോ. അപ്പൊ കല്യാണൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലേ നേരം വെളുക്കുമ്പോ തുടങ്ങിയിരിക്കണം. ഭയങ്കര സന്തോഷമാണ് മക്കൾക്ക് കേട്ടോ. അപ്പോൾ കുളി നനയൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് നമ്മളെ ഋതു പോയിരുന്നത് ട്യൂഷന്. പരീക്ഷയൊക്കെയാണ് കേട്ടോ. ഷെയ്മോളോട് പറഞ്ഞു ഞാൻ മക്കളെയും കൊണ്ട് അങ്ങോട്ട് നടന്നുകൂടുമായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം. ബേബിയാള് ഓളും കൊണ്ടുപോവുകയും ചെയ്ത്. പിന്നെ അതേപോലെ നമ്മളെ ലീനും ഇച്ചും വണ്ടിയിൽ നേരത്തെ പോയി ഇരുന്നിക്കണം കേട്ടോ. അപ്പം ഇനി ഇറങ്ങാനുള്ള പരിപാടിയാണ് അടുത്തത് നോക്കണത്. വാതിലൊക്കെ അടച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. വാതിലൊക്കെ ഒരു 1-1.5 അടക്കല. കാക്കു പറയും അല്ലെങ്കിൽ ഇപ്പം അടച്ചാലും അടച്ചിട്ടില്ലെങ്കിലും ഒരേപോലെയാണ്. നേർക്ക് ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിട്ടേ. എന്നാലും അതേ എഴുതിക്കാണ്ട് ആരും വണ്ടി കയറി വരുമൊന്നും വേണ്ട. അതിൻ്റെ ഉള്ളിൽ ഒരു സാധനവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാക്കണ് നമ്മളെ ഋതു ചാക്കൊക്കെ തലയിൽ ഏറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബൺ മെറ്റീരിയൽ വൈക്കൽ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയാണ് കൊടുത്തുകാണ്ടാണ് പോകാമെന്ന് കരുതിക്കാണ്ടേ. അപ്പോൾ 1 വട്ടം 2 വട്ടം ഇതേപോലെ 500ഉം 1 കിലോനൊക്കെ വാങ്ങിച്ചോലെ. അപ്പോൾ 5 കിലോ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അവർ 5 കിലോനൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് ഒരുപാട് സന്തോഷം. നമ്മൾ പറഞ്ഞു കൊടുത്തുകാണ്ട് ഒരാൾ ഉഷാറാകുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്കും കൂടി. അതിൻ്റെ ഒരു ഇത് കിട്ടുകയാണല്ലേ. ആദ്യം ആ കുട്ടി 250 1/2 കിലോനൊക്കെ എടുത്തിരുന്നത്. പിന്നെ 1 കിലോ എടുത്തു. പിന്നെ അതിനിങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ചോദിക്കൽ തുടങ്ങി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. അപ്പം എന്നോട് ചോദിച്ചു എന്താ ചെയ്യുക താത്താർ? ധൈര്യമായി താത്താൻ്റെ കുട്ടി 5 കിലോ എടുത്തോ.
ഒരു പേടിയും പേടിച്ചണ്ട, അതിന് കസ്റ്റമറൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ കുട്ടി എടുത്താട്ടോ. അപ്പം അതിന് ഇപ്പം ഷിപ്പിങ്ങോട് കൂടി തന്നെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. മറ്റേ ആദ്യമൊന്നും ലേസിച്ചെടുക്കുമ്പോൾ ഷിപ്പിങ്ങോട് കൂടി കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇപ്പം അൽഹംദുലില്ലാ ഷിപ്പിങ്ങോട് കൂടി കൊടുക്കാൻ കഴിയുന്നുണ്ട്. വിവരങ്ങളിൽ എത്തട്ടെ ആ കുട്ടി. തക്കാളി കുട്ടി ഇരിക്കണുണ്ട്. തക്കാളി കുട്ടി റിതുവാ 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 കാലിങ്ങോട്ട് എടുക്ക്, കാല അങ്ങോട്ട് എടുക്ക്. നീ ഇവിടെ കുത്തർക്ക് മളക്കൊന്നുമില്ല, ഇതവിടെ കുത്തർന്നാ മതി. എന്നാ ഇത് കേറില്ല കാക്കാന്റെ മടിയില്, മടിയില് ഓളെ മടിക്ക് റെഡി ആയില്ലേ? എന്നാ പൊന്നൂനും മിന്നൂനും കാണി പോകല്ലേ വിളിച്ചോക്കാ ഒരീസിന് വേപ്പിട്ട് നോക്കാം. അതുവാ മാനുവാ ഇന്നൊക്കെ തീരുവോ ഡേറ്റ്? വേണ്ടില്ല, ആയിക്കോട്ടെ. ഇല്ലെങ്കിൽ വരുമ്പോ നോക്കിക്കോട്ടോ. ഞാൻ അതുകൂടി ആയിക്കോട്ടെ. ഞാൻ ഇനി പോണ ബൈക്ക് അവിടെ ഉണ്ടെങ്കിൽ എടുത്ത് ചെയ്തോണ്ട് കേട്ടോ. ആ നോക്കട്ടെ, ഇപ്പൊ ഒഴിവുണ്ടെങ്കിൽ ഒഴിവൊരു സ്ഥലമാണെങ്കിൽ എടുത്തോണ്ട് കേട്ടോ. നിങ്ങക്ക് ഉണ്ടല്ലോ. അപ്പം മക്കളൊക്കെ ആയിക്കാണ്ട് അതിൽ ഏതായാലും കുത്തി നിറച്ചിക്കാണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല, ചുമ്മാക്കൊന്നും ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ കാക്കു മാനുക്കാക്കാനോടാണ് ആ വർത്താനം പറഞ്ഞിരുന്നത് കേട്ടോ, നമ്മളെ വണ്ടീൻ്റെ ഓണറോട്. അത് വണ്ടിക്ക് പരിശോധന ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, അപ്പോൾ അത് ചെക്ക് ചെയ്യണം പറഞ്ഞു. അപ്പോൾ കാക്കു മടങ്ങുമ്പോൾ ചെക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് കണ്ട് പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. ഇതാക്കണ ഇവിടെ എത്തിയിട്ടുണ്ട്, പാണക്കാട് എത്തിയിട്ടുണ്ട്. ചെമ്മാട് കഴിയാണ് കേട്ടോ. ചെമ്മാട് കഴിഞ്ഞിട്ടൊക്കെയാണ് കല്യാണപ്പേര. അപ്പം പെരീക്കല്ല, ഓഡിറ്റോറിയം, അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി കേട്ടോ. കൊടിഞ്ഞി പറഞ്ഞ സ്ഥലത്താട്ടോ. കൊടിഞ്ഞി എന്ന് പറയുമ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. ഇനി അവിടെ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തല പോക്കോണ്ടി കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലേ, അവിടെ ഇരട്ട കുട്ടികളാണ് അവിടെ പ്രസവിക്കുന്ന സ്ത്രീകൾക്കൊക്കെ എന്നൊക്കെ പറയണ കേൾക്കാമെന്നല്ലാതെ ഞാൻ ഇതുവരെ പോയി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ദൂരെ യാത്രയാണ്. പിന്നെ ബസ്സിൽ ഏതായാലും പോകാൻ കരുതിയിട്ടില്ലായിരുന്നു കേട്ടോ. ബസ്സിൽ പോയാൽ ഇറ്റങ്ങളൊക്കെ ഛർദ്ദിക്കലും, എന്നാൽ തന്നെ നമ്മളെ ലിനുമ്മയൊക്കെ പോതിക്കൊന്ന് ഛർദ്ദിക്കലൊക്കെ തുടങ്ങിയിരുന്നു കണ്ടോ. മുന്നുമ്മയും പിന്നുമ്മയും ഒക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോസിൽ കാണാം. അസ്സലാമു അലൈക്കും.